സിനിമ എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. എല്ലാവർക്കും അറിയാം, ഒരു സിനിമ ഒരു ഡയറക്ടറുടെ കീഴിലുണ്ടാകുന്നതല്ല, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിലുണ്ടാകുന്നതല്ല, ഒരു ആക്ടറിലുണ്ടാകുന്നതല്ല, ഒരു ക്യാമറാമാനിലുണ്ടാകുന്നതല്ല, ഒരു മ്യൂസിക് ഡയറക്ടറിലുണ്ടാകുന്നതല്ല. അത് പൂർണ്ണമായിട്ട് അറിയാം, കൂട്ടായ്മയാണ്. അപ്പോൾ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഒരു പാട്ടിൻ്റെ സൃഷ്ടി ഉണ്ടാകുന്നത്. ഇപ്പോൾ എൻ്റെ പല പാട്ടുകളും ഉണ്ടായിട്ടുള്ളത് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തന്നെയാണ്. അതിലെനിക്ക് ഒരിക്കലും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ഒളിക്കേണ്ടതില്ല ഇതിനകത്ത്. കാര്യം ഇപ്പോൾ PT സാബിൻ്റെ പടം, ഞാൻ പാട്ടുകൾ വളരെ ഹിറ്റാണ്. പറയാൻ മറന്ന പരിഭവങ്ങൾ മുതൽ അത് വേറെ രീതിയിൽ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ദിവസം വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കുറേ ആക്ടേഴ്സും കൂടെ വന്നിട്ടാണ് എൻ്റെ പഴയ വീട്ടിൽ വെച്ചിട്ടാണ് പറയാൻ മറന്ന പാട്ടുണ്ടാകുന്നത്. അത് ജോഗ് രാഗം ഞാൻ അവിടെ പാടുന്നു വിശദമായിട്ട്. ആ ജോഗ് രാഗം പാടി കേൾപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ രാഗം അങ്ങോട്ട് കയറുകയാണ് ഡയറക്ടറിൻ്റെ മനസ്സിൽ. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, രമേഷ് ജി ഇത് മതി, ഈ പാട്ട് ഈ രാഗത്തിൽ നമുക്ക് ഈ പാട്ട് ചെയ്തു നോക്കിയാലോ എന്നുണ്ടാവുന്നത്. അങ്ങനെ ഡയറക്ടേഴ്സിന് മനസ്സിൽ രാഗത്തിൻ്റെ എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടാവണം. അപ്പോൾ എനിക്കും തോന്നും ഇത് കൊള്ളാം. അല്ലാതെ ഒരു ശൂന്യമായിട്ട് ഒരു സിറ്റുവേഷനും പറയാതെ ഒരു പാട്ട് എന്തെങ്കിലും ഒരു ടക്ക് 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 ടക്കെന്ന് പാട്ടുണ്ടാക്കണമെന്ന് പറയുന്നത് ഡയറക്ടർമാരല്ല. അത് എന്തെങ്കിലും അതിൻ്റെ അകത്ത് വേണം, അതിന് മനസ്സിലാവണം ഈ രാഗത്തിൻ്റെ ഭാവം ഇതാണ്, ഈ രാഗത്തിൻ്റെ ഭാവത്തിലുള്ള പാട്ട് എങ്കിലും മാത്രമേ പാട്ട് നിലനിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവനോട് ഒരു മ്യൂസിക് ഡയറക്ടർ കമ്പോസർ മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് മാത്രം നയിക്കണം. ഇപ്പോൾ കമലിൻ്റെ പടം നേരെ ഓപ്പോസിറ്റാണ്. കമലിൻ്റെ പടം ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു നറു പുഷ്പമായി എന്നുള്ളൊരു പാട്ടുണ്ടാവുന്നത് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ONV സാറും ഞാനും കൂടെ ഇരുന്നിട്ട്, എൻ്റെ വീട്ടിൽ അദ്ദേഹം വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് സാറ് പാടിത്തരാണ്, ONV സാർ എനിക്ക് പാടിത്തരാണ്. തന്ന ഒരു നറു പുഷ്പമായി എന്നേർക്കുനീളും സാർ ഇങ്ങനെ ഒരു താളം പറഞ്ഞു തന്നു. അപ്പോൾ ഇത് കവിതയുടെ ഒരു ഭാവത്തിലുള്ളതാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഒരു നറു പുഷ്പമായി ചെറിയൊരു മാറ്റം, ഇത് 5/8 എന്ന് ഞാൻ 3/4 മാറ്റി താളം. അങ്ങനെയാണ് ഒരു നറു പുഷ്പം എന്നുള്ള പാട്ടുണ്ടായിട്ടുള്ളത്. ഇത് പിന്നീട് ഇതിൻ്റെ അകത്ത് ഡയറക്ടർ ഇടപെട്ടിട്ടില്ല, കമൽ സാർ ഇടപെട്ടിട്ടില്ല. കമൽ സാർ എൻ്റെ അടുത്ത് അവസാനം ഞാൻ ഫോണിൽ വിളിച്ച് കേൾപ്പിച്ചു, സാർ ഇത് പറ്റുമോ സാറിന്, ഈ പാട്ട് ചേരുമോ സിനിമയ്ക്ക്? അപ്പോഴാണ് അദ്ദേഹം, രമേഷ് ജി ഒന്നുകൂടെ ഒന്ന് പാടിത്തരുമോ, ഗംഭീരമായിട്ടുണ്ട്, ഇത് മതി എന്ന് പൂർണ്ണമായിട്ട് അത് കേട്ട് തീരുമാനിച്ച് പറയാം. അതേപോലെ തന്നെ അതിൽ പൊന്നൂഷസ് എന്നുള്ളൊരു പാട്ടുണ്ട്. ഇതിൻ്റെ അനുപല്ലവി എങ്ങോ തരചമ്പകം പൂക്കും സുഗന്ധം എന്നൊരു പോർഷനുണ്ട്. ഇദ്ദേഹം 5 തവണ പാടാൻ പറഞ്ഞു ഫോണിൽ കൂടെ. 5 തവണ ഈ പോർഷൻ പാടാൻ വേണ്ടി പറഞ്ഞു. ഞാൻ വെച്ച് മാറ്റാൻ വേണ്ടിയിട്ട് പറയുകയാണ്, രമേഷ് ജി ആ പാട്ടിൽ ഏറ്റവും ഹൈലൈറ്റുള്ള ഫ്രേസാണത്, ഹൈലൈറ്റിംഗ് ഫ്രേസാണ് ആ പോർഷൻ. അപ്പോൾ അത് ഉൾക്കൊണ്ട് അത് തന്നെയാണ് ആ പാട്ടിൽ ഹൈലൈറ്റ് പോർഷനും. ശരിക്കും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലവും ഫ്രേസസും അതാണ് ശരിക്കും. അപ്പോൾ എന്തായാലും കൂട്ടായ്മയില്ലാതെ ഒരു പാട്ടിൻ്റെ സൃഷ്ടി സിനിമയിലുണ്ടാവുന്നില്ല. നമ്മൾ കോൺസേർട്ട് ചെയ്യുമ്പോഴും മാത്രമേ നമ്മൾ ഇരുന്നിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു പാട്ട് അവിടെ ഉണ്ടാവുന്നുള്ളൂ. നമ്മൾ നമ്മൾ കോൺസേർട്ട് ചെയ്യുമ്പോൾ പോലും ഉപബോധ മനസ്സിൽ നമ്മൾ എവിടെ നിന്നൊക്കെയോ കേട്ടിട്ടുള്ള സംഗീതം നമ്മളിൽ കൂടെ അങ്ങോട്ട് പോവുകയാണ്. ആ സംഗീതം മോളിൽ നിന്ന് വന്നിട്ട് നമ്മൾ കേട്ടിട്ടുള്ള സംബന്ധം നമ്മളിൽ കൂടെ ഒരു മീഡിയേറ്റർ മാത്രമാണ് നമ്മളെ ബോഡിയിൽ മീഡിയേറ്റർ ആവുന്നത്. ആ ഇതിലെ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് സിനിമയുടെ സംഗീതവും ഇതും തമ്മിലുള്ള വ്യത്യാസം. വിവാദങ്ങൾ വെറുതെ ഉണ്ടാക്കാം. എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വിവാദമാണത്. അത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, എൻ്റെ മനസ്സിൻ്റെ വിഷമമാണ് ഞാൻ പറഞ്ഞത്. ആ വിവാദം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ വിഷമം വിവാദമായി മാറിയതാണ്. വിവാദം എന്നുള്ള പേര് ജനങ്ങൾ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് എൻ്റെ മനസ്സിൻ്റെ വിഷമം പറഞ്ഞതാണ് അവിടെ. അത് നിങ്ങൾ വിവാദമായിട്ട് എടുത്തു. നിങ്ങൾ ഒരിക്കലും വിവാദമായിട്ട് എടുക്കേണ്ട കാര്യമല്ല. അത് എൻ്റെ മനസ്സിൻ്റെ വിഷമമാണ്. കാര്യം ഇത് ഞാൻ ഉൾപ്പെടുന്ന ഒരു പടം, ഞാൻ ഉണ്ടാക്കുന്ന ഒരു സിനിമ എന്ന് നിൻ്റെ മൊയ്തീൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ പടം, ഈ വീട്ടിൽ വെച്ച് പൂജ ചെയ്ത പടം, ആ ഒരു നിമിഷത്തിൽ ഈ എൻ്റെ സ്വന്തം ബ്രദർ എന്ന രീതിയിൽ കണ്ടിട്ടുള്ള ഇതിൻ്റെ ഡയറക്ടർ എനിക്കെതിരെ പല കാര്യങ്ങളും ഒളിച്ചു വെച്ചു,
പല കാര്യങ്ങളും ഞാൻ അറിയാതെ പാട്ട് റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ പോലും അദ്ദേഹത്തിന് പറഞ്ഞില്ല ഈ പാട്ട് എൻ്റെ സിനിമയിലില്ല, രമേശ് ജി എൻ്റെ താങ്കളുടെ 2 പാട്ട് എനിക്ക് ഉപയോഗിച്ചില്ല എന്ന് പറയാനുള്ള മനസ്ഥിതി RS വിമൽ ഇതിൻ്റെ ഡയറക്ടർക്ക് ഉണ്ടായില്ല. എൻ്റെ പിന്നെ ബ്രദറിന് തുല്യമാണവൻ. അവന് ചെയ്യാൻ പറ്റിയില്ല. അവന് എന്തുകൊണ്ട് ചെയ്തില്ല? എന്നിട്ട് ആ സോങ്ങിന് എനിക്ക് അവാർഡ് വന്ന് അപ്പോഴാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഞാൻ അതുവരെ മിണ്ടിയില്ല. പോട്ടെ, സാരമില്ല, ഇതൊക്കെ സിനിമയുടെ കാര്യമല്ലേ, വിട്ടേക്കുക. നമ്മളെന്തൊരു സിനിമ ഇങ്ങനെ തന്നെയാണ് സിനിമയുടെ ഫീൽഡ് എന്ന് ഞാൻ പറഞ്ഞില്ല. അതുവരെ ഞാൻ പറയാത്ത കാരണം സിനിമ ഇങ്ങനെയാണെന്ന് എനിക്കറിയാം. 25-30 കൊല്ലമായി ഞാൻ സിനിമയിൽ ഊക്കിയെന്ന്. സിനിമ എന്താണെന്ന് എനിക്കറിയാം. സിനിമയിൽ എനിക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാനങ്ങ് വിട്ടു. കാര്യം എനിക്ക് വേറെ സംഗീതമുണ്ട്. എനിക്ക് ഉപാസന ചെയ്യാനുള്ള സംഗീതം എനിക്ക് വേറെ ഉണ്ട്. അത് മതി എനിക്ക്. പക്ഷേ ഇങ്ങനെ ചെയ്യരുത്. ഒരു വ്യക്തി ഒരു അന്യോന്യം ബഹുമാനം വേണം, മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം ജീവിതത്തിൽ. അതില്ലാത്തവന്മാർക്ക് നിലനിൽപ്പുണ്ടാവത്തില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് ആൾക്ക് കണ്ട് പഠിക്കട്ടെ, അല്ലെങ്കിൽ മനസ്സിലാക്കട്ടെ. അതിനു വേണ്ടിയാണ് ഞാനീ പറഞ്ഞത്. ഈ വിവാദം എന്നുള്ള സംഭവം ഉണ്ടാകുന്നത് മീഡിയയാണ്. വിവാദം എന്ന് പറഞ്ഞിട്ട് കൊട്ടി ഉണ്ടാക്കുകയാണ്. പക്ഷേ വിവാദമല്ല, ഒരു മനസ്സിൻ്റെ ഫീലാണ്, എൻ്റെ മനസ്സിൻ്റെ വിഷമമാണ്. എനിക്ക് അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ പ്രതികരിച്ചത് അതാണ്. അത് വീട്ടിലാകുമ്പോൾ പ്രതികരിക്കില്ലേ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കില്ലേ? അത് വിവാദം എന്നുണ്ടെങ്കിൽ കൊട്ടിഘോഷിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. അതെൻ്റെ മനസ്സിൻ്റെ വിഷമം മാത്രമാണ്. അത് എന്നിൽ അത് അടങ്ങി നിൽക്കും. അത് മീഡിയാസ് എടുത്ത് കൊട്ടുഘോഷിക്കേണ്ട കാര്യമല്ല അത് ശരിക്കും.